അണ്ണോ സുഖാണോ? അണ്ണാ, അണ്ണനെ കാണാഞ്ഞിട്ട് ഒരുമാതിരി. അണ്ണനെ ഇപ്പൊ കണ്ടപ്പോ ഒരു സമാധാനം. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയിട്ട് വിഷു ഒക്കെ? ഞാൻ ആദ്യം എന്റെ മേമേന്റെ വീട്ടിലാ പോയി. പിന്നെ അവിടെ വെള്ളാട്ടം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് പിന്നെ എന്റെ അമ്മേന്റെ വീട്ടിൽ പോയി. എല്ലാം മൊത്തം പോക്കായിരുന്നല്ലയോ? എന്നിട്ട് അവിടെ ഒന്നോ രണ്ടോ ദിവസം നിന്ന് പിന്നെ അവരവിടെ ഇറക്കി വിട്ടു. അല്ല, ഞാന് എന്റെ വീട്ടിൽ പോയി അവിടുന്ന് വിഷു ഒക്കെ ആഘോഷിച്ച്. എന്തായിരുന്നു വിഷുവിന് അവിടെ സ്പെഷ്യല്? ചിക്കൻ ഫ്രൈയോ? എന്റെ വീട്ടില് നെയ്ച്ചോറും മീനും. വിഷുവിന് അല്ല, അങ്ങോട്ടൊക്കെ പല സ്ഥലങ്ങളിലും. എന്റെ വല്യമ്മേന്റെ വീട്ടില് ബിരിയാണി ഉണ്ടായി. ബിരിയാണി അവിടെ നമ്മളൊരു സദ്യ പ്രതീക്ഷിച്ചു. എവിടെയെങ്കിലും ഒരു സദ്യ, ഈശ്വരന് സദ്യ ഒന്ന് മണപ്പിക്കാനെങ്കിലും ഈ ഒരു സദ്യ കഴിച്ചോ? ഇല്ല, നമ്മൾ അങ്ങനത്തെ ടൈപ്പ് അല്ല. നമ്മള് ബിരിയാണി, നെയ്ച്ചോറ്, ഫിഷ് കറി, ഫിഷ് മോളി. അണ്ണാ, വേറെ കാര്യം ചോദിക്കട്ടെ, നിന്റെ സൗണ്ട് ശരിയായോ? ഓ എന്റെ ദൈവമേ, കഴിഞ്ഞ ഷെഡ്യൂൾ മൊത്തം പ്രശ്നമായിരുന്നു. ഈ സ്കൂളിൽ അനുമോദനം കിട്ടിയെന്ന് പറഞ്ഞു. എന്തുവായിരുന്നു? ഞാൻ പാട്ട് പാടി. അവരത് ചോദിച്ചല്ലേ, അത് പാടാൻ പറഞ്ഞല്ലേ? എന്തായാലും ഇപ്പൊ വേൾഡ് ഫേമസ് ആയി അല്ലേ? ചുരുക്കം പറഞ്ഞ ലോക പ്രശസ്തനായി. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? വേഷങ്ങൾ ജന്മങ്ങൾ. വേഷങ്ങൾ ജന്മങ്ങൾ നല്ലൊരു പാട്ടാണ്. നമ്മുടെ എസ്.എ. രാജ്കുമാറാണ് മ്യൂസിക് ഡയറക്ടർ അല്ലേ? സിനിമ വേഷം, വർഷം 2004. പിന്നെ ലിറിക്സ് കൈതപ്രം സാറ്, പാടിയത് യേശുദാസ് സാറ്, മ്യൂസിക് എസ്.എ. രാജ്കുമാർ. അദ്ദേഹം തമിഴില് സൂപ്പർ ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ. കലക്കണ്ണ. All the best. All the best. Thank you.
സാബാസ്. അണ്ണ കലക്കിട. അണ്ണ, ഓ അണ്ണൻ പാടിയ പാട്ടിനെ കുറിച്ച് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ പറയാൻ ഇല്ല. അതാ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം. ഒന്നും പറയാനില്ല. കണ്ണീരിനൊരു വേഷം ഒരു മിസ്റ്റേക്കും എനിക്ക് തോന്നിയില്ല. ആ തേങ്ങുന്നുവോ എന്നുള്ള സ്ഥലത്ത് പക്ഷെ നീ തേങ്ങിയതായിരിക്കാം നിന്റെ പ്രശ്നമായിരിക്കാം. എല്ലോ ജീവിതമാകെ ഒരു മിസ്റ്റേക്കും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവരൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം. അല്ലേ എല്ലാവരും നമ്മളിപ്പോ എന്ത് ചെയ്യും? ആ ഒരാള് എന്തെങ്കിലും മിസ്റ്റേക്ക് പാടിയാലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പാടിയ എനിക്കൊന്നും പറയാനില്ല. റിമു മോൾക്കും സ്റ്റീഫൻ മോനും എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊരു ഡൗട്ടാണുള്ളത്. കാരണം എന്താ വെച്ചാൽ അവൻ പാട്ടിലേക്ക് പോയതുകൊണ്ട് അവന്റെ മുഖത്തൊക്കെ ഒരു വിഷമവും അല്ല, അവന്റെ സ്ഥായിയായ എക്സ്പ്രഷൻ ആയത് ഇങ്ങനെയാണ്. പക്ഷെ പുറത്ത് ഭയങ്കര സംഭവമാണ്. പക്ഷെ പാട്ടിലൂടെ ഫീലിങ്സ് ഒക്കെ വരും. ഒന്നാമത് ആ പാട്ടിനൊരു ഭയങ്കര ഒരു ഇമോഷണൽ പാത്തോസ് മൊത്തം അതിൽ കിടന്ന് അതെ. ഉരുളുകയാണ് ആ അതിന്റെ പാട്ട്. ഫസ്റ്റ് ലൈൻ തന്നെ കണ്ടോ? അപ്പൊ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണ് ഈ ജീവിത വേഷം. റിമിമോളെ എന്താടാ ഞാൻ ഫോട്ടോ മാറ്റി വാച്ചിലല്ലോ. ഞാൻ ചോദിക്കാൻ നിൽക്കുന്നു നിന്റെ വാച്ചിന്റെ കഥ എന്താ? വാച്ചിൽ ഇപ്പൊ മാറ്റിയോ? വെറുതെ നിനക്കൊരു ഐശ്വര്യം. റിമൂവോള് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു അണ്ണനെ. അപ്പൊ മാറ്റി. സന്തോഷമായി. എം ടി സാറിന്റെ ഫോട്ടോ നീ മാറ്റി. എടാ ഇന്നോട്ട് നിന്റെ ഞാൻ പറയട്ടെ? കഷ്ടകാലമായിരിക്കും. എടാ നിന്നെ ഇനി- സന്തോഷമായി. കാരണം ഇത്രയും ദിവസം ഈ റിമുമോൾ ഇവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരയും നെഞ്ചത്തരിക്കുകയും ഞാൻ ആദ്യം പറഞ്ഞല്ലേ മധുസാറും റിമിമോളും എം ജി സാറും എല്ലാം കൂടിയിട്ട് വേണ്ട മോനെ. കാരണം റിമിമോൾ വാങ്ങിച്ചെന്നപ്പോ റിമിമോളുടെ ഫോട്ടോ അല്ലേ ഇടേണ്ടത്? അത് കുഴപ്പമില്ല, അങ്ങനെയൊന്നും ഇല്ല. നീ 2 ദിവസം ഇട്ടോ, എന്നിട്ട് പിന്നെ പഴയ പോലെ തന്നെ ആക്കിയോ. കാരണം ഗുരുനാഥന്റെ ഫോട്ടോ വെക്കുന്നതാണ് കുറച്ചുകൂടെ വെച്ചു ഇല്ലെങ്കിൽ ഗുരുനാഥയുടെ ഫോട്ടോ വെക്കുന്നത് അല്ല എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ എം ജി ഞങ്ങൾ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞു. പക്ഷെ അതിന്റെ ഉള്ളിൽ തേങ്ങലുണ്ടായിരുന്നു. അതെ, മാറ്റിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്നാലും എം ജി സാറിന്റെ ഫോട്ടോ മാറ്റാന്നൊക്കെ പറയുന്ന അല്ലേ? അത് മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ആ. അത് നിനക്ക് വഴിയെ മനസ്സിലാവും. എനിക്കോ? പക്ഷെ ഞാനെന്താ ചെയ്യാ? എം ജി സാറിന്റെ ഫോട്ടോ ഇവിടെയല്ല, ഹൃദയത്തിലാന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതെ. അതെ. ഞാൻ ഇവിടെ വരുമ്പോ നിനക്ക് എം ജി സാറിനെ ആയിരുന്നു ഇഷ്ടം. പിന്നെ റിമിമോളും കൂടിയായി. അയ്യോടാ, എനിക്ക് സന്തോഷം. ഇവിടെ വരുമ്പോ എം ജി സ്റ്റീഫോ, സാറിനോടായിരുന്നു. ഇതില് കുളം കലക്കാൻ ശ്രമിക്കണ്ട. ഞാനും അമ്മ ഈ പാട്ടിന്റെ സിനിമ കണ്ടിരുന്നു വേഷം. അന്നേരം അമ്മ കരഞ്ഞുപോയി. അണ്ണനും കരച്ചിൽ വന്നില്ല? അല്ല, അങ്ങനെ ആവശ്യത്തിനെ കരയുള്ളൂ. സങ്കടം വന്നിരുന്നു, പക്ഷെ കരഞ്ഞിട്ടില്ല. കരഞ്ഞില്ല, ഒരു പൊടി കണ്ണീര് വീട്ടില്ല. അവൻ ദൃഢം കുറച്ചാണ്, അപ്പൊ ശക്തിയാണ്. എന്തായാലും നിന്റെ ഈ വാച്ചിലെ ഫോട്ടോ മാറ്റിയ ഈ ഒരു ദിവസത്തിൽ തന്നെ ഇത്ര നന്നായിട്ട് പാടാനും എന്തോ ഒരു അനുഗ്രഹം കൂടെ എന്തോ ഒരു അനുഗ്രഹം. വന്നതുപോലെ. നിന്റെ ജീവിതം മാറി മറിയുന്നൊക്കെ നിന്റെ എന്റെ ജീവിതം മനസ്സിലായി. മാറിയൂടാ, നീ കണ്ടോ? നീ കണ്ടോ? First തന്നെ എല്ലാരും എണീറ്റ് നിന്നു. എന്തായാലും എനിക്കൊന്ന് പറയാനുള്ള മോനെ, നിന്റെ തൊണ്ട ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു തൊണ്ടയാണ്. അപ്പോ ഗുണം എന്താണെന്നറിയോ മോനെ? ഇങ്ങനെയുള്ള പാട്ടുകൾ നിനക്ക് കൊടുന്നാൽ ആ ഇമോഷനൊക്കെ നിനക്ക് ശരിക്കും കൊണ്ടുവരാൻ പറ്റും. നേരത്തെ ഇപ്പൊ പാടിയ ചെറിയ ആ ഒരു വളരെ നമ്മൾ പിയാനോ സോഫ്റ്റ് എന്ന് പറയും, ഏറ്റവും നൈസായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നീ വെറുതെ പയറുമാരിയായിരുന്നു പാടുന്നുണ്ടായിരുന്നു. ഒരു വലിയ ക്വാളിറ്റിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ കണ്ട പ്രേക്ഷകർക്കും ഇതൊരു അനുഭവമായി മാറി കേട്ടോ. സ്റ്റീഫൻ ചേട്ടാ, ഇതിനു മുമ്പ് ഇവൻ ഇതേപോലെ കിരീടത്തിലൊരു പാട്ട് പാടി ഇവിടെ ഗിഫ്റ്റുകളായ ഗിഫ്റ്റുകള്, ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് സൈക്കിള്, കിട്ടിയേക്കുന്ന ഇവനാ. ഒരൊറ്റ പാട്ടിന്റെ പേരിൽ എത്ര ഗിഫ്റ്റുകൾ വന്നെന്ന് ഏത് കിരീടത്തിലെ ഏതാ കണ്ണീർ പോയി കണ്ണീർ കണ്ണീർ പൂവിന്റെ പൂവിന്റെ. പാടി. അങ്ങ് കേറി അടിച്ചു ക്ലിക്ക്. പിന്നെ ഒരു ഷോപ്പിലെ കംപ്ലീറ്റ് ചേച്ചിമാര് വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നു, Gift സൈക്കിള് കൊടുക്കുന്നു. കൊടുക്കണം. ഇനി ഈ പാട്ടായിരിക്കും അതെ. ഭരിക്കാൻ പോകുന്ന അല്ലേ? ഇനിയും പോരട്ടെ, നിനക്ക് മാനേജർ പോലെ ആവും. അതെ. അത്ര ആ ലെവലിലേക്ക് നീ വരണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സാർ. അണ്ണാ ഓ എന്ത് തരാനാ? ഇത് കുറഞ്ഞുപോയി. 100 out of 100. താങ്ക് യു സാർ. വേഷങ്ങൾ ജന്മങ്ങൾ ഇതില് മമ്മൂക്കയാണ് അതെ. പ്രധാന വേഷം. ആടി ഒരു മമ്മൂക്ക പൂക്കുറ്റി. താങ്ക് യു സാർ.